ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം എന്താന്ന് ഒരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇതെന്താ ഉണ്ടാക്കണേന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും. ചക്കപ്പുഴുക്കോ കപ്പപ്പുഴുക്കോ ഒന്നും അല്ല കേട്ടോ. ഇത് നമ്മുടെ അസൽ നെല്ലിക്ക അച്ചാറാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും നെല്ലിക്ക അച്ചാറൊക്കെ ഇടുന്നതായിരിക്കും. ഞങ്ങളെങ്ങനെയാണ് നെല്ലിക്ക അച്ചാർ വളരെ സിമ്പിളായിട്ട് ഇടുന്നതെന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് വേണ്ട സാധനങ്ങൾ എന്തായി പറയണേ, നമുക്ക് ആവശ്യമായ സാധനങ്ങൾ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, പിന്നെ ദേ മുളക് പൊടി, ഉപ്പ്, കരിയാപ്പില എന്നിവയാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ എല്ലാം ഞാനിങ്ങനെ കുഞ്ഞു കുഞ്ഞായിട്ട് നുറുക്കി വേറെ സെപ്പറേറ്റ് ആയിട്ടൊന്നും എടുത്തില്ല കേട്ടോ. വീഡിയോ എടുക്കണമെന്ന് ആദ്യം വിചാരിച്ചില്ല. അതുകൊണ്ടാണ് എല്ലാം കൂടെ ഒരുമിച്ച് നമ്മൾ വീട്ടിലൊക്കെ ചെയ്യും പോലെ അങ്ങ് ചെയ്ത് വെച്ചത് കേട്ടോ. അപ്പോൾ എല്ലാ സാധനങ്ങളും അറിയാവുന്ന സാധനങ്ങളേ ഉള്ളൂ. അപ്പോൾ എല്ലാം കൂടെ നമ്മൾ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ നല്ലെണ്ണയിലാണ് കേട്ടോ നമ്മൾ അച്ചാർ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ചട്ടി ചൂടായി കഴിഞ്ഞപ്പോഴത്തേനും എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ചൂടായി വരുമ്പോഴത്തേനും നമ്മുടെ ഉലുവക്കുട്ടന്മാരെ അങ്ങ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഈ ഉലുവയും കടുകൊക്കെ പൊട്ടണത് കാണുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എൻ്റെ വീഡിയോസ് കാണുന്നവർക്കറിയാം എനിക്ക് കുറേ വട്ടുകളുണ്ട്. എന്താണെന്നറിയത്തില്ല, ജന്മന കിട്ടിയേക്കണേന്ന് തോന്നുന്നു. അപ്പോൾ ദേ ഉലുവയൊക്കെ പൊട്ടുന്നുണ്ട്. ഞാൻ ക്യാമറ അടുത്ത് പിടിച്ചും അകലെ പിടിച്ചും ഒക്കെ ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിങ്ങനെ പൊട്ടി വരുന്നത് എടുക്കാൻ വേണ്ടി അടുത്ത് പോയി നിൽക്കുന്നതാണ്. പക്ഷേ അങ്ങനെയൊന്നും അടുത്ത് പോയി നിൽക്കരുത് കേട്ടോ, പണി കിട്ടും. അത് പൊട്ടുമ്പോഴത്തേനും നമ്മുടെ കയ്യിൽ തെറിക്കും, ഫോണിൽ തെറിക്കും, ആകെപ്പാടെ കച്ചറയാവും കേട്ടോ. അപ്പോൾ ഞാൻ ഇച്ചിരി ദൂരത്തുനിന്ന് എടുക്കാമെന്ന് ഓർത്തതേ ദൂരത്ത് പോയി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ദേ നമ്മുടെ എന്താ പറയുക, ഉലുവക്കൂട്ടന്മാർ പൊട്ടിത്തെറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നുണ്ട്. അത് കണ്ടുകൊണ്ട് ഞാൻ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉലുവയെല്ലാം കൂടെ നന്നായിട്ട് പൊട്ടിയതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, കരിയാപ്പില എല്ലാം കൂടെ കൂടിയിട്ട് ഒന്ന് നമുക്ക് മൂപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഉലുവ എല്ലാം കൂടെ മൂത്ത് വന്നിട്ടുണ്ട്, അതായത് പൊട്ടി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 2 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. ഒരു വറ്റൽമുളക് ഇല്ലാത്ത കച്ചവടം ഇവിടെ ഇല്ല കേട്ടോ. ഇവിടെ കച്ചവടം ഇവിടെ നമ്മുടെ ചിലവ് കൂടുതലുള്ളത് വറ്റൽമുളകിനും കടുകിനുമാണ് കേട്ടോ, ഏറ്റവും ചിലവ് കൂടുതലുള്ളത്. അപ്പോൾ അതേ നമ്മൾ വറ്റൽമുളക് ഇട്ടതിന് ശേഷം നമ്മുടെ കരിയാപ്പില, നല്ല നാടൻ കരിയാപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി എല്ലാം കൂടെ കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് നമുക്കതിനെ ഒന്ന് മുരിച്ചെടുക്കാം, അതായത് സോട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ വാടുമ്പോഴത്തേന് നല്ലൊരു മണമൊക്കെ വരും കേട്ടോ. അപ്പോൾ തന്നെ നമുക്ക് എന്താ പറയുക, കറിയുടെ ഒരു ടേസ്റ്റ് അല്ലെങ്കിൽ അച്ചാറിൻ്റെ ഒരു ടേസ്റ്റ് അറിയാൻ പറ്റും. കാരണം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന സാധനത്തിൻ്റെ ആദ്യം ആ കൂട്ടുണ്ടാക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റൊക്കെ വന്നത്. എൻ്റെ അച്ചായിയുടെയൊക്കെ എടുത്ത് പോയി എന്നിട്ട് നല്ല മണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അച്ചായി ഓടിക്കും കേട്ടോ. ഫുഡ് ഉണ്ടാക്കുമ്പോഴത്തേനും അതിൻ്റെ മണമൊന്നും ഇങ്ങനെ പറയാൻ പാടില്ല, കുളമായി പോകുന്നൊക്കെ പറയണേക്കാം. പക്ഷെ ഞാൻ ഉണ്ടാക്കാൻ തുടങ്ങുമ്പോഴത്തേനും നല്ല മണം വരുന്നുണ്ട്, കറി അടിപൊളി എന്ന് ഓർക്കും കേട്ടോ. എല്ലാവരും ഓർക്കുമായിരിക്കും, പക്ഷെ ആരും അങ്ങനെ തുറന്നു പറയത്തില്ല. ഞാൻ പക്ഷെ തുറന്നു പറഞ്ഞിരിക്കുന്നു സുഹൃത്തുക്കളെ. അപ്പോൾ ഇത് നന്നായിട്ട് വഴറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, കരിയാപ്പില, വറ്റൽമുളക് എല്ലാം കൂടെ കൂടി എല്ലാവരും കൂടെ കൂടി ഒന്നായിട്ടുണ്ട്. അപ്പോൾ ഇത് വാടി വന്നിട്ടുണ്ട് കേട്ടോ. കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് നമ്മുടെ പച്ചമുളകിൻ്റെ, ഇഞ്ചിയുടെയൊക്കെ. അപ്പോൾ ഞാൻ അതും ഇങ്ങനെ ഓടി നടന്ന് വീഡിയോ എടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ ഇട്ടേക്കുന്നത്. അപ്പോൾ നല്ല കളറും കിട്ടും, എരിവ് ഒരുപാട് ഉണ്ടാവില്ല. കുട്ടികളൊക്കെ അഥവാ വേണമെന്ന് പറഞ്ഞാലും കൊടുക്കാമല്ലോ എന്ന് ഓർത്താണ് കേട്ടോ എല്ലാം ഈ എരിവ് കുറച്ചുണ്ടാക്കുന്നത്. പക്ഷെ അവർ ചോദിക്കത്തൊന്നുമില്ല കേട്ടോ. അപ്പം അച്ചാറിനോടൊന്നും അവർക്ക് അങ്ങനെ കമ്പമില്ല. പിന്നെ നാരങ്ങ അച്ചാർ ആമിക്ക് ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കാശ്മീരി ഇട്ടതിൻ്റെ പുറകെ നമുക്ക് ഇച്ചിരി നമ്മുടെ അച്ചാർ പൊടിയും കൂടെ ഇച്ചിരി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അച്ചാർ പൊടിയും കാശ്മീരിയും കൂടെ കൂടി നന്നായിട്ട് അതിൻ്റെ പച്ച ചുവ മാറുന്ന ഒരു സമയം വരെ ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം ഇതെല്ലാം കൂടെ കൂടിയിട്ട് നല്ലതായിട്ട് ബ്ലെൻഡായി നല്ല വാസനയൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞാൻ പറയും പോലെ നല്ല മണം വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇത് നന്നായിട്ട് തീ കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ നമുക്കിത് സോട്ട് ചെയ്ത് കൊടുക്കാൻ. ഒട്ടും കരിഞ്ഞു പോകാൻ പാടില്ല, മൂത്ത് കിട്ടാൻ മാത്രമേ പാടുള്ളൂ കേട്ടോ. അപ്പോൾ നന്നായിട്ട് നല്ല കളർ, ഈ മുളകിൻ്റെ ഒന്നും കളർ അങ്ങ് മാറിപ്പോകരുത് കേട്ടോ, ആ ഒരു കളറിൽ തന്നെ നമുക്ക് കിട്ടണം. അപ്പോൾ നമുക്ക് അതിലേക്ക് നമ്മുടെ ഉലുവ പൊടിച്ചത്, അതായത് ഉലുവ വറുത്തിട്ട് പൊടിച്ച് വെച്ചിരിക്കുന്നതാണ് കേട്ടോ, അത് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഉലുവ നന്നായിട്ട് പൊടിച്ചത് നമുക്ക് അങ്ങോട്ട് ചേർത്തങ്ങ് കൊടുക്കാം.
അത് നന്നായിട്ട് സോട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് നെല്ലിക്കയാണല്ലോ. അപ്പോൾ നെല്ലിക്ക നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് എല്ലാവരും പുഴുങ്ങിയെടുക്കും. പിന്നെ ചിലവർ ആവിയിൽ വേവിച്ചെടുക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. നമ്മൾ പാകത്തിന് ഇച്ചിരി വെള്ളമൊക്കെ ഒഴിച്ചിട്ട് പുഴുങ്ങിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. എനിക്കൊക്കെ ഇച്ചിരി നെല്ലിക്ക ഇങ്ങനെ വെന്ത ഒരു ടൈപ്പാണ് അച്ചാർ ഇഷ്ടം കേട്ടോ. അപ്പോൾ നമ്മൾ അത് വേവിക്കാൻ എടുത്ത വെള്ളം നമ്മൾ പറയത്തില്ലേ സ്റ്റോക്ക് എന്നൊക്കെ പറയത്തില്ലേ, ആ വെള്ളം നമ്മൾ ഈ സോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ പൊടി മസാലയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആ മസാല ഒന്ന് ലൂസായി ഒന്ന് തിളയൊക്കെ വന്നു കഴിയുമ്പോഴത്തേനും നമ്മുടെ നെല്ലിക്ക വേവിച്ച് വെച്ചിരിക്കുന്ന ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന നെല്ലിക്ക നമുക്ക് ഈ എന്താ പറയുക ബാറ്ററിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ല നെല്ലിക്കയാണ് കേട്ടോ. നല്ല വലിപ്പമുള്ള നെല്ലിക്കയായിരുന്നു, കയ്പൊന്നുമില്ല കേട്ടോ. അപ്പോൾ ആ നെല്ലിക്ക നമുക്ക് അങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്കതൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഉപ്പൊക്കെ പാകത്തിനാണോ എന്ന് നോക്കി എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ നല്ല നെല്ലിക്ക അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ നെല്ലിക്ക അച്ചാർ. മാത്രം മതി എനിക്ക് ചോറിന്. അപ്പോൾ നമ്മുടെ ഒരു പ്ലാൻ സക്സസ് ആയില്ല. കാരണം ആ പാത്രത്തിൽ നമുക്ക് അത് ഒന്ന് ഇളക്കി മറിച്ചെടുക്കാൻ പറ്റാത്തത് നമ്മൾ പാത്രം ഒന്ന് ചേഞ്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ദേ ഒരു ചീനച്ചട്ടി എടുത്തിട്ടുണ്ട്. ആ ചീനച്ചട്ടിയിലേക്ക് നമ്മുടെ നെല്ലിക്കയും ഗ്രേവിയും എല്ലാം കൂടി അങ്ങ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി മറിച്ചെടുക്കാം കേട്ടോ. ഇത് കുഴച്ച് മറിച്ചെടുക്കുകയൊന്നും വേണ്ട, കാരണം നന്നായിട്ട് വെന്ത നെല്ലിക്ക ആയതുകൊണ്ട് നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്ത് അങ്ങ് എടുത്താൽ മതി കേട്ടോ. അതിനെ അങ്ങ് അവശതയാക്കുകയൊന്നും ചെയ്യരുത്. പിന്നെ എല്ലാവർക്കും എന്താ പറയുക, നെല്ലിക്ക ഇങ്ങനെ കടിക്കാൻ കിട്ടണേ ഇഷ്ടമെങ്കിൽ ആവിയിൽ നമ്മുടെ ഇഡ്ഡലി ചെമ്പിൽ ആവിയിൽ വേവിച്ചെടുക്കുന്നവരും ഉണ്ട് കേട്ടോ. ഇവിടെ നമ്മുടെ ഇഷ്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് വെന്തുടഞ്ഞ് വരണയാണ് ഇഷ്ടം. അപ്പോൾ അത് നല്ല വെള്ളം വരണ രീതിയിൽ നമ്മുടെ നെല്ലിക്ക ഇളക്കി മറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. എന്ത് ടേസ്റ്റാണെന്നറിയാം ഈ നെല്ലിക്ക അച്ചാറിന്. കാരണം ഇച്ചിരി പുളിയും കയ്പും ഉപ്പും എരിവും എല്ലാം കൂടി ഒരു മിക്സ്ഡ് ആയിട്ടുള്ളൊരു അച്ചാറാണ്. അപ്പോൾ നല്ല രസമാണ് കേട്ടോ കഴിക്കാനായിട്ട്. ചോറിൻ്റെ കൂടെ ഇങ്ങനെ ചൂടൻ ചോറിൻ്റെ കൂടെ നമ്മുടെ നെല്ലിക്ക അച്ചാറും 2 കഷ്ണം ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ ഊണ് കുശാലാണ് കേട്ടോ. അപ്പം നമ്മുടെ നെല്ലിക്ക അച്ചാറുകൾ അച്ചാർ വരണ്ട് കുഴഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിനാവശ്യമായ ഉപ്പും കായപ്പൊടിയും എല്ലാം കൂടെ തൂകിയിട്ട് നമുക്ക് ഇതിന് മെയിൻ ഇൻഗ്രീഡിയൻ്റായ നമ്മുടെ വിനാഗിരി ഒഴിക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഉപ്പും പുളിയും എല്ലാം നോക്കിയിട്ട് വിനാഗിരിയൊക്കെ ഒഴിച്ചിട്ട് നമുക്ക് നെല്ലിക്ക അച്ചാർ വാങ്ങാം കേട്ടോ. അപ്പോൾ എളുപ്പത്തിലുണ്ടാക്കാവുന്ന അച്ചാറാണ് ഞാൻ ഇത്രയും നീട്ടി വലിച്ച് പറഞ്ഞത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കൊന്നും തോന്നരുത് വീഡിയോയ്ക്ക് വേണ്ടി ചെയ്തുകൊണ്ട്. പിന്നെ ആദ്യമായിട്ട് ചെയ്യണവർക്ക് ഇച്ചിരി എളുപ്പത്തിൽ അതായത് സ്ലോയിൽ കിട്ടിക്കോട്ടെ എന്നോർത്ത് പറഞ്ഞതാണ്. ഒത്തിരി നീണ്ടുപോയെങ്കിൽ ക്ഷമിക്കുക. പിന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും എൻ്റെ അച്ചാർ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. എല്ലാവരും ഉണ്ടാക്കാറുണ്ട്, പക്ഷെ ഞാൻ ഉണ്ടാക്കുന്ന രീതി ഒന്ന് കാണിച്ചു തന്നുള്ളൂ കേട്ടോ. ഭയങ്കര സിമ്പിളാണ്, പക്ഷെ ഞാൻ പറഞ്ഞ് നീട്ടി വലിച്ചു വന്നപ്പോഴത്തേന് ഇത്രയും. പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.